ആർഎസ്എസിന്റെ വിജയദശമി പരിപാടിക്ക് ഭൂമി നൽകിയതിൽ പ്രകോപനവുമായി സിപിഎം. പാലക്കാട് മുണ്ടൂർ പുതനൂർ സ്വദേശി സുകുമാരൻ എന്ന വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയിൽ സിപിഎം കൊടികുത്തി. സംഭവത്തിൽ വിമർശനവുമായി ബിജെപി രംഗത്തെത്തി. സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് സിപിഎം നടത്തുന്നതെന്ന് ബിജെപി ആരോപിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാലക്കാട് മുണ്ടൂർ പൂതന്നൂരിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടിക്ക് സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭൂമി അനുവദിച്ച് നൽകിയിരുന്നു. ആ ഭൂമി പരിപാടിക്ക് അനുവദിച്ച് നൽകിയതിൻ്റെ വൈരാഗ്യത്തിൽ ആ ഭൂമിയിലേക്കുള്ള വഴിയിൽ ഇത്തരത്തിൽ CPMൻ്റെ കൊടിതോരണങ്ങൾ കെട്ടി ആ വഴി മറച്ചിരിക്കുന്നു, വഴി ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ഈ പൂതന്നൂരിലെ തന്നെ വ്യക്തിയായ സുകുമാരൻ എന്ന വ്യക്തിയുടെ ഭൂമിയിലേക്കുള്ള വഴിയാണ് തടസ്സപ്പെടുത്തിയിരിക്കുന്നത്. CPM ഇത്തരത്തിൽ കൊടികുത്തി ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ പരിപാടി, ഒക്ടോബർ 5-നാണ് പരിപാടി നടന്നത്. അതിനുശേഷം പരിപാടി കഴിഞ്ഞു, വളരെ വിജയകരമായിട്ട് തന്നെ പരിപാടി സംഘടിപ്പിച്ചു. മുണ്ടൂർ മണ്ഡലത്തിൻ്റെ വിജയദശമി പരിപാടിയായിരുന്നു ഈ ഗ്രൗണ്ടിൽ നടന്നിരുന്നത്. കയറങ്കോട് നിന്നും വിജയദശമി റൂട്ട് മാർച്ച് ആയി എത്തി ഈ സ്ഥലത്തായിരുന്നു പൊതുപരിപാടി നടന്നത്. ആ പൊതുപരിപാടിയൊക്കെ വിജയകരമായി പൂർത്തിയായി. അതിനുശേഷം അതിന് പിന്നാലെയാണ് ഈ പ്രദേശത്തേക്കുള്ള അവർ കവാടവും മറ്റും വെച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലാണ് കവാടം വെച്ചത്. ആ കവാടം വെച്ചതിന് മുന്നിൽ ഇത്തരത്തിൽ CPMൻ്റെ കൊടികൾ കുത്തി ആ പ്രദേശത്തെ ആ വ്യക്തിയുടെ പ്ലോട്ടിലേക്കുള്ള വഴിയെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ വ്യക്തി ഭൂമിയുടെ ഉടമ ചേരുന്നുണ്ട്, സുകുമാരൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. എപ്പോഴാണ് ഈ കൊടി കുത്തിയത്? കൊടി കാലങ്ങളായിട്ട് ചെയ്തു വരുന്നതാണ് ഇവർ. പക്ഷേ നമ്മളുടെ വിജയദശമി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ എൻട്രൻസ് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ മാറ്റാൻ തയ്യാറില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ 4-ാം തീയതി വരയ്ക്ക് മാറ്റാതായപ്പോൾ വീണ്ടും ഞങ്ങൾ പോയിട്ട് സ്റ്റേഷനിൽ പോയി അവിടുന്ന് SIയും ഇവരും വന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് മാറ്റിയത്. അങ്ങനെ പരിപാടി നന്നായി കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വീണ്ടും ഈ കവാടം ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവർ കുടികുത്തുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഭൂമിയിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയാണ്. അതായത് വാഹനങ്ങൾ വരുന്ന രീതിയിലുള്ള വഴിയാണ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. അതായത് കോർണർ ഒരു സെൻറ്ററും കൂടിയാണ്. അതുകൊണ്ട് ഇതിലേക്ക് വാഹനങ്ങൾ വരേണ്ട രീതിയിലുള്ളൊരു വഴി ഇതാണ്. പോലീസിൽ പരാതി പറഞ്ഞിട്ടെന്താണ്? പോലീസിൽ പരാതി പറഞ്ഞ അവർ വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പറഞ്ഞിട്ടും ഇവർ അംഗീകരിച്ചില്ല. പിന്നെ 4-ാം തീയതിക്കാണ് അവർ മാറ്റി തന്നത്. ഇപ്പോൾ വീണ്ടും പരാതി പറഞ്ഞിട്ട് മാറ്റുന്ന നടപടിയൊന്നും കാണുന്നില്ല. അല്ല, അതന്നെയാണ് ഈ ഒന്നും പറഞ്ഞിട്ടും ഇപ്പോഴും കൊടി അവിടെ വെച്ചിരിക്കുക തന്നെയാണ്. പോലീസ് വന്ന് ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ കൂടുതൽ നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നേരിട്ട് പരാതി എഴുതി രേഖാമൂലം കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ പോയി പരാതി നേരിട്ട് നൽകുന്നതായിരിക്കും. ഇപ്പോൾ CPM നിരന്തരം ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണെന്ന് വെച്ചാൽ കേവലം 18 വോട്ടിനാണ് CPM സ്ഥാനാർത്ഥി ഇവിടുന്ന് ജയിച്ചിട്ടുള്ളത്. BJP 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബേജാറും കൂടി അവർക്കുണ്ട്. കാരണം പുതിയതായി ഇപ്പോൾ 2 മാസത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലൊരു സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളതിനെ ആ രീതിയിലല്ല കൈകാര്യം ചെയ്ത് നമ്മൾ നിയമപരമായിട്ട് നേരിടാനാണ് പാർട്ടിയുടെയൊക്കെ തീരുമാനം വന്നിരിക്കുന്നത്. വളരെ ഒരു കണ്ണായ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലത്തേക്ക് എവിടെ വഴി വെക്കണമെന്ന് അദ്ദേഹത്തിന് എന്തായാലും അധികാരമുണ്ട്. പക്ഷെ അവിടെയാണ് ഇങ്ങനെ കൊടി കുത്തിയതിനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. അതായത് CPM ഒരു രാഷ്ട്രീയ മര്യാദ കേരളത്തിൽ പാലിക്കപ്പെടുന്നില്ല. കാരണം ഈ മുണ്ടൂർ പോലുള്ള ഒരു പ്രദേശത്ത് പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള നയമാണ് CPM എടുത്തിരിക്കുന്നത്. ആ സുകുമാരൻ പറയുന്ന ആളുടെ സ്ഥലത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ കൊണ്ടിട്ടാണ് ഈ കൊടി മുഴുവൻ കൊണ്ട് കുത്തിയിരിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പരാതി കൊടുത്ത് പോലീസ് എടുപ്പിച്ചു. ഇപ്പോൾ 2-ാം പ്രാവശ്യം വീണ്ടും കൊണ്ട് കുത്തി ആ എൻട്രൻസിനെ തടസ്സപ്പെടുത്തുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള നയമാണ് ഇന്നിപ്പോൾ CPM മുണ്ടൂർ പ്രദേശത്ത് എടുത്തിരിക്കുന്നത്. CPM ഒരു കാര്യം മനസ്സിലാക്കണം, അക്രമ രാഷ്ട്രീയം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നിലനിൽക്കുന്നത്. അതുകൊണ്ട് CPM സമാധാന അന്തരീക്ഷം മുണ്ടൂരിൽ സൃഷ്ടിക്കാൻ CPM ശ്രമിക്കണം. പ്രകോപനങ്ങൾ സൃഷ്ടിക്കാതിരിക്കാനും CPM പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ ദിവസം തന്നെ മുണ്ടൂരിൽ തന്നെ വേറെ ഒരു ഭാഗത്ത് ചുവരെഴുത്തെന്തോ BJPയുടെ മാറ്റിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടല്ലോ. അത് കയറങ്കോട് എന്നുള്ള പ്രദേശത്ത് BJP ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചുമര്
കയ്യേറി അതിൽ CPM-ൻ്റെ ചുമരെഴുത്ത് അവർ നടത്തി, ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ചുമരെഴുത്ത് നടത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങളത് വീണ്ടും അത് പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് CPM ഒരു രാഷ്ട്രീയ മര്യാദ പാലിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. വീണ്ടും പ്രകോപിപ്പിച്ച് ജനങ്ങളെ മുഴുവൻ പ്രകോപിപ്പിച്ച് മുണ്ടൂരിൽ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ഒരു ശ്രമമാണ് ഇന്ന് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ്. ഏതായാലും BJP വിഷയത്തിൽ പറയുന്നത് ഇതൊരു സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. BJP എന്തായാലും ഈ വിഷയത്തിൽ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോവും എന്നുള്ളതാണ് ഇവർ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.